റോജായ തൃശൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റായ ടിആർ റോസ്മേരി സസ്പെൻഷനിലായിരിക്കുകയാണ്. ഇതിന് കാരണമായി പറയുന്നത് വ്യാജ മെഡിക്കൽ രേഖകൾ ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ്. എന്ത് ഗുരുതരമായ ഒരു ആരോപണമോ അല്ലെങ്കിൽ അവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ജുഡീഷ്യറിയെ അല്ലെ നിയമ സംവിധാനത്തെ വളരെ ആദരവോടും ഭയഭക്തിയോടും കൂടി കാണുന്ന ഒരു സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാവുന്നു. നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലുള്ള ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ജഡ്ജിമാർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. താഴെത്തട്ടിലുള്ള ജഡ്ജിമാർക്കെതിരെയും ഒക്കെ തന്നെ ഈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ പെരുമാറ്റത്തിനകത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അവർ പലരും ഈ അഴിമതിക്കും അതേപോലെ തന്നെ സ്വജനപക്ഷപാതത്തിനും ദുർനടപ്പിനും ഒക്കെ തന്നെ വിധേയരാകുന്ന കഥകളാണ് കഴിഞ്ഞ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടാണ്. അപ്പം ഇത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയും, കാരണം ഇങ്ങനെ ഈ നിയമ സംവിധാനത്തിന്റെ മുകൾ തട്ടിലിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മുകൾ തട്ടിൽ ഇരിക്കുന്നവരെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊതുജനത്തിന് ഇതിന്മേലുള്ള ഈ ഭരണഘടനാ സ്ഥാപനത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ജുഡീഷ്യറിക്കകത്ത് അങ്ങനെ പുഴുക്കുത്തുകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ എല്ലാവരുടെയും എപ്പോഴും ഒരു അവസാന ആശ്രയം എന്ന് പറയുന്നത് നീതിന്യായ പീഠമാണ്. ആ നീതിന്യായ പീഠത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ഈ കേൾക്കുന്ന കഥകൾ. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ടിആർ റോസ്മേരി എന്ന് പറയുന്ന തൃശൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റ്, മുൻസിഫ് മജിസ്ട്രേറ്റ് എതിരായിട്ട് വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ മെഡിക്കൽ ബില്ല്, 30,000 രൂപയുടെ മെഡിക്കൽ ബില്ല്, അത് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം അതിന്റെ ബില്ല് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഹാജരാക്കി. അപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ അത് മരുന്നുകളല്ലാത്തത് കൊണ്ട് അത് റിജക്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് അവർ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ചില ബില്ലുകൾ വ്യാജമായി ഉണ്ടാക്കുകയും അത് കള്ള ഒപ്പിട്ടുകയും സീൽ പതിക്കുകയും ഒക്കെ ചെയ്ത് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. അപ്പോൾ ഹൈക്കോടതിയിലെ ഈ രേഖകൾ നോക്കുന്ന വിഭാഗത്തിൽ ആൾക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അവരത് ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ഇത് വ്യാജ ബില്ലാണെന്ന് തെളിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ചുമതലയുള്ള ഹൈക്കോടതിയിലെ രജിസ്ട്രാർ ഇവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന നീതിന്യായ പീഠത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് കള്ള ബില്ലുണ്ടാക്കി ഇത്തരത്തിൽ പൈസ തട്ടാൻ ശ്രമിച്ചത്. ഇതൊരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ 30,000 രൂപ തട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അയാളെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാക്കുന്നു, ഈ പ്രോസസ്സ് എല്ലാം നടക്കും. അതായത് നിയമവ്യവസ്ഥ അനുസരിച്ച്, അഴിമതി നിരോധന നിയമം അനുസരിച്ച് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കാൻ പോകുന്നു. അതൊക്കെ ഇനി ഏത് വഴിക്ക് പോകും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇതാണ്, ഒരു മടിയുമില്ലാതെ ഈ ഇത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് കുറ്റകൃത്യമാണ്. കാരണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിയിട്ട് അത് വ്യാജ സീലും ഒപ്പും വെച്ച് ഇത് പാസ്സാക്കാൻ 2 തരത്തിലുള്ള കുറ്റകൃത്യമാണ് അവര് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടിആർ റോസ്മേരിക്കെതിരെ ഇതാദ്യമായിട്ടല്ല ഇത്ര ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. 2021 ഇവർ നെയ്യാറ്റിൻകര മുനിസിപ്പായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ, ASI ആയ ഒരാൾ, ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ഹാജരാക്കുന്നതുമായി സംബന്ധിച്ച് ഇവരോട് ഫോൺ സംഭാഷണം നടത്തി ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കയറുകയൊക്കെ ചെയ്തതിന് ഇത് ഈ പോലീസുകാരനാണെന്ന് തോന്നുന്നു. ഇയാളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അന്ന് ഇവരെ അവിടുന്ന് സ്ഥലം മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വഴിക്കുണ്ട്. പിന്നീട് കോട്ടയത്ത് പോയി, കോട്ടയത്ത് CJM-ഉമായിട്ട്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമായിട്ട് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി, അവിടെയും പുകലും ബഹളവും ഒക്കെ ഉണ്ടാക്കിയതിന് പേരിൽ അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്ത. അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിവാദത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ടിആർ റോസ്മേരി എന്ന് പറയുന്ന മജിസ്ട്രേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വാർത്ത ഉണ്ടാകുന്നത്. അതിനകത്ത് ഒരു പ്രധാന കാരണം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് പൊതുജനം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ പൗരന്മാർ പ്രതീക്ഷിക്കുന്ന ചില മാന്യതയും ധാർമ്മികതയും ഒക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞു കുളിച്ചിട്ട രീതിയിലാണ് ഈ പെരുമാറ്റം. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഇവർക്കെതിരെയൊക്കെ പബ്ലിക് പലപ്പോഴും പറയാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അവരോടുള്ള ഏതാണ്ട് ഒരു ബഹുമാനങ്ങൾ കുറയുന്ന തരത്തിൽ ഉള്ള അവസ്ഥ സൃഷ്ടിക്കുന്നതന്നെ ഇവർ തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ്
ഡൽഹി ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നോട്ടുകളും കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകളും കണ്ടെത്തിയത്. പക്ഷേ ആ അന്വേഷണം അങ്ങോട്ട് ഇങ്ങോട്ട് സുപ്രീം കോടതി വരെ അന്വേഷിച്ചു പിടിച്ചു ഒന്നും ചെയ്തില്ല. അയാൾ ഏറ്റവും ഒടുവിൽ രാജിവെച്ചു പോയി. അപ്പം അങ്ങനെയും ഒരു സംശയം നിൽക്കുന്നുണ്ട്. ജഡ്ജിമാര്, ഉയർന്ന നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന ജഡ്ജിമാര് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതിയും ആൾക്കാരുടെ ഇടയിൽ പരന്നിട്ടുണ്ട്. എന്ത് കുറ്റം ചെയ്താൽ, ജഡ്ജി ആയാൽ എന്ത് കുറ്റം ചെയ്താലും രക്ഷപ്പെട്ടു പോകുന്നു, അവരെ രക്ഷിക്കുന്ന ഒരു സംവിധാനം ഒരിടത്തുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു. കാരണം ഇയാളുടെ വീട്ടിൽ തന്നെ പോലീസാണ് ഈ പണം പിടിച്ചെടുത്തത്, എന്നിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. ഒന്നാണ്. അതിനുശേഷമാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു മീറ്റിംഗിൽ പോയി മുസ്ലിങ്ങൾക്കെതിരായിട്ട് വലിയ തോതിൽ സംസാരം നടത്തി. അയാൾക്കെതിരെ ഒരുപാട് പരാതി വന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. അയാൾ ഈ അടുത്ത കാലത്ത് വിരമിച്ചു പോവുകയും ചെയ്തു. അപ്പം ഇതിങ്ങനെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ജനങ്ങൾ ആകാംക്ഷയോട് കാണുന്നത് ഇത്തരം ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടത്തി തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ ഇല്ലയോ. അല്ല, 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ മജിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഇനി ഈ സർവീസിൽ തുടരുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 6 മാസം സസ്പെൻഷനിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഹൈക്കോടതി ഇനി എന്ത് അന്വേഷണം നടത്തി എന്തൊക്കെ നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ കുറെ നാൾ മുമ്പാണ് കോഴിക്കോട് ഒരു മജിസ്ട്രേറ്റിനെതിരെ പീഡന പരാതി, ലൈംഗിക പീഡന പരാതി വരികയും അത് വലിയ കോലാഹലം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പം ഈ ജുഡീഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്നത് ശരിയല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നൊരു തോന്നൽ അത് വരുന്നത് തന്നെ അപകടകരമാണ്. കാരണം നമ്മുടെ ജനങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള പൗരസമൂഹത്തിന് ഈ ജുഡീഷ്യറിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതങ്ങനെ വരാൻ പാടില്ല. കാരണം നമ്മൾ ജനങ്ങൾ വളരെ അവരുടെ ഒരു അവസാന അത്താണി എന്നുള്ള നിലയിലാണ് നീതിന്യായ പീഠങ്ങളെ പലപ്പോഴും കാണുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട പൗരാവകാശങ്ങൾ, അവർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ, ഇതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. ഒരു അന്യായം നടന്നാൽ അതിന് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ്, ന്യായം നടപ്പാക്കി കിട്ടാനാണ് കോടതിയിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ അത് പറയേണ്ട നീതിന്യായ പീഠത്തിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജനം എങ്ങനെ ഈ ഭരണഘടനാ സംവിധാനത്തെ വിശ്വസിക്കും? അതിന്റെ ന്യായവും അതിന്റെ നീതിയും അതിന്റെ ധാർമ്മികതയും ഉറപ്പാക്കാനുള്ള ബാധ്യത ന്യായാധിപന്മാർക്കാണുള്ളത്, അല്ലെങ്കിൽ അവിടെയുള്ള അഭിഭാഷകർക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു സമൂഹമാണ് അവരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്താനും അവരത് അത്തരം പോയി ആരോപണങ്ങൾ പെടാതിരിക്കാനുമുള്ള ഒരു ഒരു എന്താ പറയുക, ജീവിത വിശുദ്ധി കാക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഇത്തരം കുഴപ്പങ്ങളിൽ പോയി ചാടുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. അതേപോലെ തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യവുമാണ്. ഒരു യങ് ഓഫീസറാണ് ഇത്തരത്തിൽ പോയുള്ള ഒരു തട്ടിപ്പിനകത്ത് പെട്ടിരിക്കുന്നത്. കേവലം 30,000 രൂപയുടെ കാര്യത്തിന് വേണ്ടിയാണ്. 30,000 അല്ല, ഇനി 3 രൂപയായാൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയാവുന്ന, നിയമത്തിന്റെ നൂലിഴ കീറി പരിശോധിക്കുകയും അതിന്റെ പേരിൽ വിധി പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ന്യായാധിപയാണ് ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിന് വിധേയയായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതിനെ പൊതുജനം ഏത് രീതിയിൽ സ്വീകരിക്കും, അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ശരിയാണോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു സമയമാണ്.